ശബരിമല സന്നിധാനത്തിന് മുകളിലൂടെ കോസ്റ്റ് ഗാർഡിന്റെ ഹെലികോപ്റ്റർ പറത്തിയത് ഗുരുതര സുരക്ഷാ ലംഘനമെന്ന് ADGP S. ശ്രീജിത്തിന്റെ റിപ്പോർട്ട്. ഹെലികോപ്റ്റർ പറന്നതിൽ കോസ്റ്റ് ഗാർഡിന് പിഴവ് സംഭവിച്ചു. ഹെലികോപ്റ്റർ അത്രയും താഴ്ന്നു പറന്നത് അപകടകരമാണ്. ക്ഷേത്രത്തിന് 5 മീറ്റർ ഉയരത്തിൽ വരെ ഹെലികോപ്റ്റർ എത്തി. പൊന്നമ്പലമേടിന്റെ 200 മീറ്റർ താഴെ പറക്കാൻ അനുമതിയില്ല. ഹെലികോപ്റ്റർ താഴ്ന്നു പറക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്നവർ ക്ഷേത്രത്തിന്റെ ദൃശ്യങ്ങൾ പകർത്തിയതായും സംശയമുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു. സംഭവത്തിൽ വിശദമായ അന്വേഷണത്തിന് പത്തനംതിട്ട ACPയെ ചുമതലപ്പെടുത്തിയെന്നും ശബരിമല സ്പെഷ്യൽ കമ്മീഷണർക്ക് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു. റിപ്പോർട്ട് സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിക്ക് കൈമാറും. കഴിഞ്ഞ ദിവസമാണ് സ്പെഷ്യൽ കമ്മീഷണർ ശബരിമല നോഡൽ ഓഫീസറായ S. ശ്രീജിത്തിന് അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയത്. വ്യാഴാഴ്ച രാവിലെ 11 മണിയോടെയാണ് കോസ്റ്റ് ഗാർഡ് ഹെലികോപ്റ്റർ സന്നിധാനത്ത് താഴ്ന്നു പറന്നത്. കൊടിമരത്തിന്റെ 4 മീറ്റർ ഉയരത്തിൽ വരെ താഴ്ന്നു വരെയാണ് ഹെലികോപ്റ്റർ എത്തിയത്. 4 പേർ ഇതിൽ ഉണ്ടായിരുന്നുവെന്നും ഇവർ ദൃശ്യങ്ങൾ പകർത്തിയിരുന്നുവെന്നും ദൃക്സാക്ഷികൾ പറയുന്നു. അതീവ സുരക്ഷാ മേഖലയായ സന്നിധാനത്ത് ഇതാദ്യമായാണ് ഹെലികോപ്റ്റർ താഴ്ന്നു പറക്കുന്നത്. സംഭവത്തിൽ പമ്പ പോലീസ് കേസെടുത്തിരുന്നു. കഴിഞ്ഞ ദിവസമാണ് സന്നിധാനത്ത് കൊടിമരത്തിന് 4 മീറ്റർ ഉയരത്തിൽ വരെ ഹെലികോപ്റ്റർ കോസ്റ്റ് ഗാർഡിന്റെ ഹെലികോപ്റ്റർ താഴ്ന്നു പറന്നത്. ഇതിൽ 4 പേര് ഉണ്ടായിരുന്നു എന്നതാണ് ലഭിക്കുന്ന വിവരം. ഇവർ ദൃശ്യങ്ങളടക്കം പകർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ദൃശ്യങ്ങളടക്കം പകർത്തിയെന്ന് ദൃക്സാക്ഷികളടക്കം പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഏതായാലും ഈ സംഭവം ഗുരുതരമായ സുരക്ഷാ ലംഘനമാണ് എന്നതാണ് ഇപ്പോൾ ADGPയുടെ റിപ്പോർട്ടിൽ പറയുന്നത്. ശ്രീജിത്ത് സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നത് ഗുരുതരമായ സുരക്ഷാ ലംഘനമാണ്. ഈ സന്നിധാനത്തിന് മുകളിലൂടെ കോസ്റ്റ് ഗാർഡിന്റെ ഹെലികോപ്റ്റർ പറന്നത് സുരക്ഷാ ലംഘനം എന്നാണ് പറയുന്നത്. ഹെലികോപ്റ്റർ പറന്നതിൽ കോസ്റ്റ് ഗാർഡിന് പിഴവ് സംഭവിച്ചുവെന്നും ഹെലികോപ്റ്റർ അത്രയും താഴ്ന്നു പറന്നത് അപകടകരമാണെന്നും ക്ഷേത്രത്തിന് 5 മീറ്റർ ഉയരത്തിൽ വരെ ഹെലികോപ്റ്റർ എത്തി എന്നതുമാണ് ഈ ഒരു റിപ്പോർട്ടിൽ പറയുന്നത്. പൊന്നമ്പലമേടിന്റെ 200 മീറ്റർ താഴ്ന്നു പറക്കാൻ അനുമതിയില്ല. ഹെലികോപ്റ്റർ താഴ്ന്നു പറക്കാനുള്ള ഒരു സാഹചര്യവും നിലവിൽ ഉണ്ടായിരുന്നില്ല. ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്നവർ ക്ഷേത്രത്തിന്റെ അടക്കം ദൃശ്യങ്ങൾ പകർത്തിയതായും സംശയമുള്ളതായും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഏതായാലും സംഭവത്തിൽ വിശദമായ അന്വേഷണത്തിന് പത്തനംതിട്ട ACPയെ ചുമതലപ്പെടുത്തിയെന്നും ശബരിമല സ്പെഷ്യൽ കമ്മീഷണർക്ക് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. റിപ്പോർട്ട് സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിക്ക് കൈമാറും. കഴിഞ്ഞ ദിവസമാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. ഗുരുതരമായ ഒരു സുരക്ഷാ ലംഘനമാണ് ഉണ്ടായിട്ടുള്ളത് എന്നതടക്കമുള്ളതാണ് ഈ റിപ്പോർട്ടിൽ എന്തായാലും പറയുന്നത്. സ്പെഷ്യൽ കമ്മീഷണർ നോഡൽ ഓഫീസറായ S. ശ്രീജിത്തിന് അന്വേഷണത്തിന് നിർദ്ദേശം നൽകുകയായിരുന്നു. വ്യാഴാഴ്ച രാവിലെയാണ് 11 മണിയോടുകൂടിയാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. കോസ്റ്റ് ഗാർഡിന്റെ ഹെലികോപ്റ്ററാണ് സന്നിധാനത്ത് താഴ്ന്ന് പറക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ മേഖലയിൽ ഇത്തരത്തിൽ ഹെലികോപ്റ്ററുകളടക്കം അതീവ സുരക്ഷാ മേഖലയിലാണ് ഇത്തരത്തിൽ ഗുരുതരമായ ഒരു സുരക്ഷാ ലംഘനം ഉണ്ടായിരിക്കുന്നത്. കോസ്റ്റ് ഗാർഡിന്റെ ഭാഗത്തു നിന്നും കൊടിമരത്തിന് 4 മീറ്റർ ഉയരത്തിൽ വരെ താഴ്ന്ന വരെയാണ് ഹെലികോപ്റ്റർ എത്തിയത്. 4 പേർ ഇതിൽ ഉണ്ടായിരുന്നുവെന്നും ഇവർ ദൃശ്യങ്ങളടക്കം പകർത്തുന്നതും ദൃക്സാക്ഷികൾ കണ്ടു എന്നതാണ് പറയുന്നത്. ഏതായാലും അതീവ സുരക്ഷാ മേഖലയിലാണ് ഇതാദ്യമായാണ് ഇത്തരത്തിൽ ഹെലികോപ്റ്റർ താഴ്ന്നു പറക്കുന്നത്. സംഭവത്തിൽ എന്തായാലും പമ്പ പോലീസ് കേസെടുത്തിരുന്നു.